കണ്ണൂർ നഗരത്തിൽ വസന്തം വിരിയിച്ച ജില്ലാ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ പുഷ്പോത്സവത്തിൽ തിരക്ക് വർദ്ധിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന പൂക്കളും ചെടികളും ചേർത്ത് 12,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ വർണ്ണോദ്യാനം പുഷ്പോത്സവത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ഘടകമാണ്. 15,000ഓളം ചെടികളും ഔഷധ ഫലസസ്യങ്ങളുമാണ് പോലീസ് മൈതാനിയിൽ ഒരുക്കിയത്. വൈവിധ്യമാർന്ന ചെടികളും ഔഷധ സസ്യങ്ങളും കൂടാതെ ബോൺസായി വൃക്ഷങ്ങൾ പുഷ്പോത്സവത്തിന്റെ വലിയ ആകർഷണമാണ്. ചെറിയ പാത്രത്തിൽ വളരുന്ന സസ്യം എന്നാണ് ബോൺസായി എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം. പൂർണ്ണ വളർച്ചയെത്തിയ ഏതൊരു വൃക്ഷത്തിന്റെയും ആനുപാതികമായ ചെറിയ പതിപ്പാണ് ബോൺസായി. ജപ്പാൻകാർ സത്യം, നന്മ, സൗന്ദര്യം എന്നിവയുടെ പ്രതീകമായാണ് ബോൺസായിയെ കാണുന്നത്. എന്നാൽ ചൈനക്കാർ ബോൺസായി തലമുറകളിലൂടെ കൈമാറി അമൂല്യ സമ്പത്തായി സൂക്ഷിക്കുന്നു. ഈ കുഞ്ഞു മരങ്ങളെ വീട്ടിൽ വളർത്തിയാൽ സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്നാണ് അവരുടെ വിശ്വാസം. പുഷ്പോത്സവ നഗരിയിലെ 100-ലധികം വരുന്ന ബോൺസായി വൃക്ഷങ്ങളെ പരിപാലിക്കുന്നത് ഗാർഡനർ കെ സുലൈമാനാണ്. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ക്ലാസുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സുലൈമാൻ ബോൺസായി കൃഷിയിലേക്ക് ചുവടുവെച്ചത്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഇദ്ദേഹം ഈ മേഖലയിലുണ്ട്. കൃഷിയെയും ചെടികളെയും പൂക്കളെയും പ്രകൃതിയെയും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക, പൂന്തോട്ടം, പച്ചക്കറിത്തോട്ടങ്ങൾ എന്നിവ നിർമ്മിക്കുക, കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജില്ലാ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി പുഷ്പോത്സവം സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 3-ന് പുഷ്പോത്സവം സമാപിക്കും. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.